പതിവ് പോലെ ഒരു കഥയിൽ നിന്ന്, ഒരു നല്ല ചിന്തയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കൽ ഒരു ബയോളജി അധ്യാപകൻ പുഴു ചിത്രശലഭമായി മാറുന്ന പ്രക്രിയ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. മെറ്റമോർഫോസിസ്. 2 മണിക്കൂറിനുള്ളിൽ പുഴുക്കൂടിനുള്ളിൽ നിന്നും ചിത്രശലഭം പുറത്തു വരുമെന്നും അതിനെ ആരും സഹായിക്കരുതെന്നും നിർദ്ദേശം നൽകി. ശേഷം അധ്യാപകനൊന്ന് പുറത്തുപോയി. ജിജ്ഞാസയോടെ ഈ പുഴുവിൽ നിന്ന് ചിത്രശലഭം വരുന്നത് കാത്തിരുന്ന വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് പുഴുക്കൂടിൽ നിന്ന് പുറത്തു വരാൻ ചിത്രശലഭം നടത്തുന്ന കഠിന പരിശ്രമം കണ്ടപ്പോൾ സഹതാപം തോന്നി. അവന് കുറച്ച് സ്നേഹവും അനുകമ്പയും ഒക്കെ ഇച്ചിരി കൂടുതലായിരുന്നു. അവൻ ആ കൂട് പൊളിച്ച് അതിനെ പുറത്തു വരാൻ സഹായിച്ചു. അതോടെ ചിത്രശലഭത്തിന്റെ ജീവൻ നഷ്ടമായി. തിരിച്ചു വന്ന അധ്യാപകൻ ഇതറിഞ്ഞപ്പോൾ കുട്ടികളോട് പറഞ്ഞു, പുഴുക്കൂടിൽ നിന്നും പുറത്തു വരാനായി ചിത്രശലഭം നടത്തുന്ന കഠിന ശ്രമം പ്രകൃതി നിയമമാണ്. ആ കഠിന പരിശ്രമം മൂലമാണ് അതിന്റെ ചിറകുകൾക്ക് ശക്തി ലഭിക്കുന്നത്. ചിത്രശലഭത്തെ എളുപ്പം പുറത്തു വരാൻ സഹായിക്കുക വഴി സ്വന്തം ശ്രമത്തിലൂടെ ശക്തി നേടാനുള്ള അവസരമാണ് ആ വിദ്യാർത്ഥി ഇല്ലാതാക്കിയതെന്നും അധ്യാപകൻ വിശദീകരിച്ചു. പക്ഷേ ആ വിദ്യാർത്ഥിയെ അധ്യാപകൻ ചേർത്തു പിടിച്ചാണത് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, മനുഷ്യരുടെ കാര്യത്തിലും മോനെ ഈ തത്വം പ്രസക്തമാണ്. പരിശ്രമമില്ലാതെ ജീവിതത്തിൽ ഒരിക്കലും വിജയം കൈവരിക്കാനാവില്ല. ഓർമ്മിക്കുക, ശാന്തമായ സമുദ്രം ഒരിക്കലും വിദഗ്ധരായ നാവികരെ സൃഷ്ടിച്ചിട്ടില്ല.